തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂരിൽ കാട്ടാന ആക്രമണം, ഒരാൾ കൊല്ലപ്പെട്ടു. റോക്ക്വുഡ് സ്വദേശി രാജേഷാണ് മരിച്ചത്. കുടുംബവുമൊത്ത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവേ നെല്ലാക്കോട്ടയിൽ വെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു. സ്ഥലത്ത് പ്രദേശവാസികൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ദീപക് മോഹൻ നമുക്കിപ്പോൾ എത്തുന്നു. ദീപക് മോഹൻ, രാജേഷ് കാട്ടാന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. വീണ്ടും ആ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം സജീവമാവുകയാണോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ദീപക് മോഹൻ, റോക്ക്വുഡ് സ്വദേശി രാജേഷാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കുടുംബവുമായി ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്നു രാജേഷ്. അതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് എന്ന് വിവരങ്ങളാണ് വരുന്നത്. ഗൂഡല്ലൂരിൽ എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിന് രാജേഷും കുടുംബവും ഇരയായത്? സുജിയ പർവതി, 8:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഗൂഡല്ലൂർ നെല്ലാക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് റോക്ക്വുഡിലേക്ക് പോകുകയായിരുന്നു രാജേഷ്. ഈ റോക്ക്വുഡ് എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ് രാജേഷ്. രാജേഷും കുടുംബവും ഭാര്യയും കൂടി ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടെയാണ് തേയിലത്തോട്ടത്തിന് സമീപത്ത് വെച്ച് കാട്ടാന ആക്രമിച്ചത്. ഈ പ്രാണരക്ഷാർത്ഥം ഇവർ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. രാജേഷിന് തൊട്ടുപിറകെ തന്നെ പാഞ്ഞു വന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ആ മേഖലയിലേക്ക് വനംവകുപ്പും നാട്ടുകാരും എത്തി. നാട്ടുകാർ ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാരുമായി പ്രതിഷേധം ഇപ്പോൾ നെല്ലാക്കോട്ട ടൗണിൽ നടത്തുകയാണ്. പ്രധാനമായും ആ മേഖലയിലൊക്കെ സ്ഥിരമായി തന്നെ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. മുൻപും ഇത്തരത്തിൽ കാട്ടാന ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ